ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വിജി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗായിരിക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മളിടയ്ക്ക് പോകാറുള്ള അമ്പലമാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോകാം. നമ്മൾ മാസത്തിൽ 2 വട്ടമൊക്കെ നമ്മൾ പോകാറുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, ചൊവ്വയും വെള്ളിയും മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല എല്ലാ പക്ഷെ അവിടെ ഈ മുട്ടിറക്കാന്ന് പറയില്ലേ, അത് ആ ദിവസം മാത്രമല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇവരോട് പറയാൻ പോവാന്ന്, ഇവർക്കൊരു ചിന്തയില്ല. പറഞ്ഞത് നമുക്ക് അമ്പലത്തേക്ക് പോയാലോ, അപ്പോൾ ഇവർ പറഞ്ഞു പോവാം. അങ്ങനെ നമ്മളിന്ന് നേരത്തെ എണീറ്റ് കുളിച്ച് സെറ്റായി നിൽക്കുകയാണ്. ശിവന് ചെറിയ ജലദോഷമുണ്ട്, സൗണ്ട് അടഞ്ഞുണ്ട്. അമ്മയും വിജയ്ക്കിൻ്റെ ഉള്ളിൽ പോലെ ഞാൻ കറുപ്പും വൈറ്റുമാണ് ഇട്ടിട്ടുള്ള, ബിന്ദു ബ്ലാക്കാ. ഇതാ ബിന്ദുവിന് അച്ഛൻ 5 വയസ്സുള്ളപ്പോ അല്ലെ 4 വയസ്സുള്ളപ്പോ 4 വയസ്സുള്ളപ്പോ ഉണ്ടാക്കി കൊടുത്താട്ടാ. 4 5 6 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 23 വർഷത്തോളം പഴക്കമുള്ള ഒരു സാധനമാണ് ഇത് എന്റെ കയ്യിലിരിക്കുന്നത്. ആർക്കും വേണമെങ്കിൽ പറയാം, ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. എന്തിന് ഇത് കൂടും. വിജിയും സെയിം ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കില്, അതായത് ഇത് എന്റെ ഇത് നമ്മള് ശിവന് കൈമാറാണ്. 2 കേൾപ്പ് പഠിക്കും. കാലിലോട്ട് വന്നിക്ക് കാല് ശിവന് വലിയ സുഖമില്ല. ശിവത്തിന്റെ ബാക്കി അവിടെ ശിവോ ഇതിനെ പറ്റി 2 വാക്ക്. സൗണ്ട് ഇല്ലാത്തോണ്ടാട്ടാമണ്ടാത്തത്. അതെ, അല്ലാണ്ട് നിങ്ങളോട് ഇഷ്ടമില്ലാണ്ടല്ല എന്നല്ലാണ്ട് വിചാരിക്കല്ലേ. പറയും ഡാടാ, നിന്റെ സൗണ്ട് എന്താ മ്യൂട്ടായ? ഗൈസ്, ശിവന് സൗണ്ട് കുറവാട്ടോ, അതുകൊണ്ട് നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട. ഇനി ബാക്കി നമുക്ക് അവിടെ പോയി കാണാം. അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പം അമ്മയുണ്ട്, വിജിയുണ്ട്. വിജി ഫ്രണ്ടിലാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂവാറുള്ള അമ്പലമാണ്, ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇളവള്ളിക്കാവ് അമ്പലമാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. ശിവന് ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അമ്പലത്തിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് പാർക്കിങ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒത്തിരി നടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് ചെരുപ്പിട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ചെരുപ്പിടേണ്ട ആവശ്യമില്ല നമുക്ക്. അതായത് അമ്പലത്തിന് തൊട്ടടുത്ത് വേറെ പാർക്കിംഗ് ഉണ്ട്, അവിടെ സാധാരണ ചെരുപ്പിടേണ്ട ആവശ്യമില്ല. ചെരുപ്പ് ഊരിയിട്ടിട്ട് കാറിൽ ഊരിയിട്ടിട്ട് അമ്പലത്തേക്ക് നടക്കാറ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വേറെ പാർക്കിംഗ് ആണ് വന്നിട്ടുണ്ട്. തിരക്കുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ പാർക്കിങ്ങിന് വ്യത്യാസം വരാറ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ നമുക്കിന്ന് 2 അമ്പലത്തേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. പിന്നെ നമ്മളവിടെ പുറത്ത് മറ്റേ നാഗങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഒന്ന് തൊഴുതു. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാറ് കേട്ടോ. അവിടെ നമ്മുടെ എന്താ പറയുക, ഊട്ടുണ്ടാവുമല്ലോ, അന്നദാനം, അത് കഴിച്ചിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ എന്ന് വന്നാലും കഴിച്ചിട്ടേ പോവാറുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളവർ. മിക്കവരും നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ നല്ല സാമ്പാറും അച്ചാറും ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പടം കഴിക്കില്ല, ശിവന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പപ്പടം മേടിക്കണത് അവിടെ നിന്ന്. അപ്പോൾ അത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ശിവന് പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും ആവശ്യമാണ് അവൾക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ശിവന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ കടയിൽ കയറിയേ പറ്റുള്ളൂ. അപ്പോൾ അതേ കയറി ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവിടെ ഒരു ക്ലേ ഉണ്ടായിരുന്നു. ക്ലേ ആണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്ന് അതും ഇതൊക്കെ നോക്കി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് നന്നായി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടാ. അവരിങ്ങനെ വരണ്ടേ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, ഇളവള്ളിക്കാവ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ചിറക്കൽ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ അതെ നമ്മളിടയ്ക്ക് വരുന്ന അമ്പലമാണ്, മിക്കപ്പോഴും വരാറുണ്ട്. ഒരുമിച്ച് എപ്പോഴും അതായത് പോകാൻ പറ്റാറില്ല മിക്കപ്പോഴും. അമ്മ ഉണ്ടാവും, പക്ഷേ വിജിക്ക് വരാൻ പറ്റാറില്ല. പിന്നെ റെസ്റ്റ് എടുത്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ സൈഡിൽ ഇപ്പോൾ പുതിയ കടകൾ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അമ്മ വീട്ടിൽ പോയിട്ടാ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിജിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോൾ കഴിക്കാനതാണ് തോന്നാറ്. അപ്പോൾ ഞങ്ങളത് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടുതേ പാഴ്സൽ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല സദ്യ കിട്ടുന്നൊരു സ്പോട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഗൈസ്, അപ്പം ഞാനിപ്പോൾ പോകാൻ പോണത് റീസെൻ്റ് ആയിട്ട് എനിക്ക് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിലേക്കാണ്. മീൽസിൽ വെജിറ്റേറിയൻ മീൽസ് നീ കഴിച്ചല്ലേ? അത് പാർസലായിട്ട് മേടിക്കാൻ പോവാം. അവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ വിജയിനൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല.
നമ്മൾ മേടിച്ചിട്ട് വരാം. ഹോട്ടലിന്റെ പേരറിയില്ല, നോക്കാൻ മറന്നു. പോയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കയറുമ്പോഴേ. അപ്പോൾ ഹോട്ടലിന്റെ പേര് നോക്കാൻ നല്ല അടിപൊളി ഹോട്ടലാണ്, ഉള്ളിലൊക്കെ നല്ല സെറ്റാണ്. പോയിട്ട് വാ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ. ഈ ഹോട്ടൽ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ കുന്നംകുളത്തേക്കൊക്കെ പോകുന്ന റൂട്ടിൽ വെലങ്ങുന്നുണ്ടല്ലോ, വെലങ്ങുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ലെഫ്റ്റ് സൈഡിലാണുള്ളത് ഹോട്ടൽ. കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലടാ, മറന്നു. ഗൈസ്, നമ്മുടെ കൊടൈക്കനാൽ ഊട്ടിനേക്കാളും ഫോഗ് ഉണ്ടാവും ഇവിടെ. മുണ്ടൂര് റോഡ് പണി നടക്കാണ്, നല്ല കട്ട ബ്ലോക്ക്. എൻ്റെ വണ്ടി ഞാൻ ഒരാഴ്ച കഴുകിയത് 6 ദിവസമാട്ടോ, 6 ദിവസം. ഈ ബസ്സുകൾ ചീറി പായുമ്പോൾ വരുന്ന പൊടി കണ്ട ചേച്ചി. 2 വീലറുകാരെ സമ്മതിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. 2 വീലർ ഓടിക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം. അതോടെ പൊടി അടിച്ച് വയ്യാണ്ടാവും. ചോറ് മേടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ചോറ് നാശം എന്നാ തോന്നണേ. ഞാൻ ബുക്കിൽ പെട്ടു ഗൈസ്, ഒട്ടും വയ്യ. അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഇപ്പം അത്യാവശ്യം 2-3 മണിക്കൂറായി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുണ്ടൂർ വഴിയൊക്കെ പോണ ആൾക്കാർ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു മാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പൊക്കോളൂട്ടാ. പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ പൊടിയാ, ഒരു രക്ഷയില്ലാത്ത പൊടിയാ ഗായ്സ്. നിങ്ങൾക്ക് ഇപ്പം ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവോ പൊടി? ഒരു KSRTC കാരൻ ഇതുകൂടെ കണ്ടാ പണി നടക്കണ സ്ഥലത്തൂടെ, അപ്പുറത്തുനിന്ന് വണ്ടികൾ പോകുന്ന സ്ഥലത്തൂടെയൊക്കെയാണ് ഇറക്കിയിട്ട് അവന്മാർ പോണത്. പൊടി നോക്കിയേ കണ്ടാ. അവന്മാർക്കൊന്നും അത് ബാധകല്ല കേട്ടാ, കുറെ കാറുകാർ കയറി പോകുന്നുണ്ട്. നമ്മൾ ക്യൂ നിൽക്കണ നമ്മളൊക്കെ പൊട്ടന്മാർ. അടുത്ത ആൾ കയറി, അടുത്ത ആൾ കയറിട്ടാ. അവന്മാർ ഇങ്ങനെ പോകുമ്പോൾ പൊടി കണ്ടാ. എൻ്റെ പൊന്നെ, ആ ചേട്ടനൊക്കെ എങ്ങനെ പോകണാവോ ഇവിടെയൊക്കെ. അപ്പോൾ അടുത്ത ആൾ കയറി. ബസ്സുകാർക്ക് പിന്നെ ഇതൊന്നും ബാധകല്ല, പൊടി നിങ്ങൾക്ക് കാണണ്ടോ ഗൈസ്? ആഹാ, ശിവന്മാരൊക്കെ കൂടിയിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കണേ. അപ്പുറത്തെ ലൈന് കൂടെ വണ്ടി പടച്ചു പോയിട്ട് അതുകൂടെ കയറാ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ പോസ്റ്റ്. വല്ലാത്ത കഷ്ടം. ആ ബസ്സാട്ടാ, നേരത്തെ നമ്മളെ ഈ സൈഡിലൂടെ പോയി ബസ്സാണ് ആ നിൽക്കണത്. ബ്ലോക്ക് ഓൾറെഡി ബ്ലോക്കാണ്, അതൊന്നുകൂടി ബ്ലോക്ക് ആക്കണ ഒരു ഇത് പരിപാടി കാണിക്കണ അവന്മാര്. ചാള, ചെമ്മീൻ, ചൂടിയ അച്ഛൻ്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ മീൻകാര് വരില്ലേ. ഇപ്പൊ മീൻകാരൻ തിരിച്ച് കവറിലിടാൻ കൊടുക്കുക. പണ്ട് നോക്കിയ അവരുടെ ഇതിലെ സാധനം ഉണ്ടാവും, ഇതിങ്ങനെ പിടിക്കും. എത്ര രൂപയ്ക്ക് ഉണ്ട്? 50 രൂപയ്ക്ക് ചാള വേണം, 100 രൂപയ്ക്ക് ചാള വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തരുമ്പോഴേക്ക്. ഇതൊക്കെ ഒരു വൈബാണ് അല്ലേ? കാണാൻ കിട്ടില്ല ഇപ്പൊ അതൊന്നും. ശിവ ചെയ്യാറുണ്ട് കേട്ടാ. പേരക്കൊക്കെ പൊട്ടിക്കുമ്പോ എന്നോട് പറയും ഇതിലിട്ടോളാം. അപ്പൊ ഞാൻ അതിങ്ങനെ കുമ്പിള് കുത്തു. പേര് കേൾക്കുമ്പോ കുമ്പിള്. നമുക്കൊന്നൊരു വെറൈറ്റിക്ക് ഇതിൽ ചോറുണ്ടല്ലോ. നീ ചോറുണ്ടോ? ഞങ്ങൾക്ക് വെള്ളം. ഇതിന്റെ ശിവന്റെ പേര് പറഞ്ഞു നോക്കിക്കോ. ശിവന്റെ പേരെന്താ പിന്നെ? ശരിക്കും അതന്നെ ഞാൻ പറഞ്ഞു കൊടുത്താണ്. പൊടിഞ്ഞല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാതാണ്. കണ്ടാ, ഈ ചെടിയും വിന്തും ഒരേപോലെയാ. കാരണം ഇതിന്റെ ഉള്ളിൽ പൊള്ളയാ. മറ്റേ പടത്തില് ജയറാം കണ്ടിട്ടില്ലേ, കത്തിരുത്തിട്ട് ഭ്രാന്തിട്ട് പോലെ. അങ്ങനെ പാഴ്സലൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ സദ്യയാണല്ലോ കഴിക്കാൻ പോണത്. സദ്യ കഴിക്കുമ്പോൾ നമ്മൾ വാഴയിലയിൽ തന്നെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാ ഇല വെട്ടാൻ വേണ്ടിയിട്ട്. എനിക്കും കുട്ടുവിനും ശിവുവിനും വിജിക്കും വേണ്ടിയിട്ട്. അപ്പോൾ വിജിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന കാരണം കൊണ്ട് അവൾ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവൾ കിടന്നോട്ടെ. അപ്പോൾ ഞാനും വീട്ടിലിരുന്നു. അപ്പോൾ കുട്ടു പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ അവൾക്കിപ്പോൾ മെയിനായിട്ട് മധുരമല്ല, എനിക്ക് ഈ ടൈമിലൊക്കെ നല്ലോണം മധുരം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും മധുരം കഴിക്കണം, മഞ്ച് ഇതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. പക്ഷേ വിജിക്ക് ഇപ്പോൾ നേരെ തിരിച്ചാണ്. അവൾക്ക് എരിവും പുളിയും ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ സദ്യയോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. വേറെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇപ്പോൾ കഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ സദ്യ ഒരുക്കാനുള്ള ടൈമില്ല. അപ്പോൾ എന്തായാലും ടൈം അതായത് കിട്ടിയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ സദ്യ നല്ലത് മേടിച്ച് കൊടുക്കണം, അവിടെ പോയിട്ട് മേടിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വയ്യാത്ത കാരണം കൊണ്ട്. അപ്പോൾ വയ്യാന്ന് വെച്ചാൽ ടയേർഡാണ് അത് കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അവൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 4 മണി ഇപ്പോൾ ഞങ്ങൾ ചായയും, അവൾക്ക് പഴംപൊരി ഇഷ്ടമാണ്, അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കൊടുത്തു. കട്ടൻ ചായ ഉണ്ടാക്കി. ഗൈസ്, അപ്പൊ നമ്മള് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ എന്താണ്ടായേ, പെട്ടെന്നൊരു ഉണ്ടായിരുന്നില്ലേ ശിവ, സ്കിപ്പായിരുന്നു. കാലത്ത് എനിക്കിനു അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ നിന്ന് വരുന്നു. നമ്മള്
അമ്പലത്തിൽ തന്നെ ഫുഡ് കഴിച്ചു കാലത്തെ. ഫാൻ്റെ സൗണ്ട് കാരണം ചിലപ്പോൾ ഒരു ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ പുറത്ത് പോയി മേടിച്ചിട്ട് ഇവിടെ നിന്ന് കഴിച്ചു. ഞാൻ കാണിച്ചിട്ടാ. പിന്നെ ഉറങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് ചായ കുടിച്ചു. ചായ കുടിച്ചില്ലേ? ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ കഴിഞ്ഞു. സിമ്പിൾ ഡേ. എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കാണിച്ചു. ഇനിയിപ്പോ ശിവുവിന് ചെറിയൊരു ജലദോഷം ഉണ്ട്, അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടി പോണം. നമ്മുടെ ശ്രീജിത്ത് ഡോക്ടർ. അതെ, വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കാണിക്കണത്. അതിന് പോണം. അതന്നെ. പിന്നെ ഇനി നമുക്ക് ഇനിയിപ്പോ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നുണ്ട്. എന്താ പറ്റിയേ നമുക്ക്? എന്താ പറ്റിയ? അത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോസ് ഇടണ്ടെന്ന്. എല്ലാം നല്ലതിന് അല്ലേ? ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഇടണം. ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിജിതേ ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്, ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടിപ്പഴംപൊരി ഇഷ്ടമായ? സത്യം പറയേ, അത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയത് ചെറുപഴം കൊണ്ട് ഉണ്ടാക്കിയതാണോ? ഒരു കേക്കട്ടെ നിന്റെ പാട്ടൊക്കെ. ചേട്ടൻ മേടിച്ചു കൊടുത്താടാ ശിവുവിന്. അപ്പൊ ശിവു ഇതിന് നന്നായി കളിക്കണ്ടല്ലേ? അതെ, ഇന്ന് നമ്മള് ക്ലേ വെച്ചിട്ട് കൊറേ ഐറ്റംസ് ഉണ്ടാക്കി. ശിവ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാ. ക്ലേ വെച്ച് കുട്ടുവാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത്. പിന്നെ ശിവ ഉണ്ടാക്കിയില്ല. ശിവ ക്ലേ വെച്ചിട്ട് വരുന്നുണ്ട് എന്തോ ഒരു ഐറ്റം വരുന്നുണ്ട്. ഒരു ഐറ്റം കാണിച്ചു തരാട്ടാ. കുട്ടു വിജി നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ഉണ്ടാക്കിയൊന്നുമില്ല. ഒന്ന് മുകളിലേക്ക് പൊക്കി കാണിക്കുക. ശിവ കേക്ക് ഉണ്ടാക്കിയതാണ്. അവളെല്ലാം നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാനുണ്ട്. അതെ, വെറുതെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി വെറുതെ ഓംലേറ്റ് ഒന്നല്ല, ബുൾസൈ. ഗണപതിനെ ശിവനൊക്കെ ഉണ്ടാക്കും. അതെ, നാശാക്കും. അതെ, അപ്പൊ നമ്മള് വീഡിയോ എന്തായാലും അവസാനിപ്പിക്കുകയാണേ. നമുക്ക് അടുത്ത വീഡിയോ കണ്ടാലോ? എന്താ ശിവ? അയ്യോ ദേവി ഇവിടെ ആള് ദേവി കൊണ്ടിരിക്കുക. ശിവുനെ എന്താ ഡ്രസ്സ് ഇടിപ്പിക്കാതെ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ട്രൗസറൊക്കെ ഇട്ടാവും നടക്കണ്ടാവും. അപ്പം ഞാൻ ഒന്ന് എന്താണ് മാറ്റി നിർത്തിയിട്ട് വീഡിയോ എടുക്കാറ്. വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, അവിടെ സമാധാനമായിട്ട് ഇരുന്ന് നടക്കുക. നിനക്ക് ഇഷ്ടമായ വീട്? ഇവിടെ വന്നിട്ട് വിജിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പറയണത്. അത് കാരണം അവിടെ വന്നാലും ഇവിടെ ഇപ്പം എടക്കളത്തൂർ എൻ്റെ വീട്ടിലേക്ക് വന്നാലും അവള് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോരും. എന്നുവെച്ചാൽ ഇന്നലെ അങ്ങനെ പോകുന്നതാണ്. ശിവു പറഞ്ഞു, ഞാൻ മേമേ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞ വഴിക്ക് ഇന്നാക്കി അങ്ങോട്ട് വരാന്ന് തോന്നുന്നു. അതെ, ഇങ്ങോട്ട് വരാൻ ഒന്ന് പറയട്ടെ, ഇങ്ങോട്ട് വരാന്ന് തോന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു വിജി. ഇത് പക്ഷെ ഇരിക്കണില്ല കേട്ടോ അതില്. പറയാൻ വേണ്ടിട്ട് മറ്റേ കളർ ബലൂൺ പൊട്ടിക്കണം, അമ്മ എടുത്ത് വെക്കണം, അതൊക്കെ കണ്ടിട്ടില്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു ബന്ധമില്ല. അത് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായി. ശരി, ബായ് പറഞ്ഞോ. നീ പോടാ പട്ടി. ഓക്കെ, ബായ് പറയ്. ഗുഡ് നൈറ്റ് പറയ്. ഗുഡ് നൈറ്റ്.